ഒരുപാട് ആളുകൾ ഇന്ന് വിരാട് കോഹ്ലിയെ വളരെ രൂക്ഷമായി വിമർശിക്കുന്നു. അവസാന മത്സരം 38 ബോളിൽ 50 തികച്ചിട്ട് വിരാട് കോഹ്ലിക്ക് 50 സെലിബ്രേറ്റ് ചെയ്യാൻ പോലും നാണക്കേടായെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഭയങ്കര സ്ലോ ആയിട്ടാണ് വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യുന്നത്, മുട്ടി 50 എടുക്കാൻ ആർക്കും പറ്റും എന്നതാണ് അവരുടെ വാദം. അവരോട് എനിക്ക് പറയാനുള്ളത്, 100% നിങ്ങൾക്ക് ക്രിക്കറ്റിനെ കുറിച്ച് ഒരു തേങ്ങയും അറിയില്ല എന്നാണ്. ക്രിക്കറ്റ് അറിയുന്ന ഒരു വ്യക്തി അങ്ങനെ പറയുകയുമില്ല എന്നതാണ് സത്യം. അവിടെ ക്രിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ T20 ആയിക്കോട്ടെ, ODI ആയിക്കോട്ടെ, T20 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും അടിക്കുക എന്നത് മാത്രമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ടീമിൻ്റെ സ്ട്രാറ്റജി മാത്രമാണെന്ന് മനസ്സിലാക്കുക. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൈദരാബാദ് അഭിഷേക് ശർമ്മയും എഡും അടിക്കും, അത് ആ ടീമിൻ്റെ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിനെ എല്ലാവരും ഫോളോ ചെയ്യണം. അത് 100% സക്സസ് ആയ സ്ട്രാറ്റജി ഒന്നുമല്ലല്ലോ. അപ്പോൾ ഓരോ ടീമിന് ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും. കളി കാണുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകും RCBയുടെ സ്ട്രാറ്റജി എന്താണെന്ന്. ഒരു ബാറ്റ്സ്മാൻ അടിക്കുമ്പോൾ മറു ബാറ്റ്സ്മാന് സ്ട്രൈക്ക് നൽകുക എന്നതാണ് അവരുടെ സ്ട്രാറ്റജി. കോഹ്ലി മാക്സിമം സാൾട്ടിന് അവസരം കൊടുക്കുന്നു. സാൾട്ട് അതോ ചെറിയ രീതിയിലൊന്നുമല്ല, വലിയ രീതിയിൽ തന്നെയാണ് മുതലാക്കിയത്. വമ്പൻ അടിയാണ് അടിക്കുന്നത്. സാൾട്ട് പോയതിനു ശേഷം വന്ന് രജത് പട്ടിദാർ അതിനെക്കാട്ടും വലിയ അടി അവിടെ തുടക്കം. അപ്പോൾ കോഹ്ലിയുടെ റോള് ഫോമിൽ നിൽക്കുന്ന, പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ബാറ്റ്സ്മാൻമാർക്ക് സ്ട്രൈക്ക് മാറി കൊടുക്കുക, ഒരു ഭാഗത്ത് വിക്കറ്റ് പോകാതെ അവിടെ നിൽക്കുക. ആ റോള് 100% വെട്ടിപ്പായിട്ടാണ് വിരാട് കോഹ്ലി ചെയ്തത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഏത് സ്ട്രാറ്റജി എടുത്താലും മത്സരം ജയിക്കുക എന്നതാണ്. അത് RCB ചെയ്യുന്നുമുണ്ട്. അവസാന 13 മത്സരം വിരാട് കോഹ്ലി 50 എടുത്ത അവസാന 13 മത്സരവും RCB ജയിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് കണ്ടിട്ടാണ് നീയൊക്കെ കോഹ്ലിയെ കുറ്റപ്പെടുത്തുന്നത്? കോഹ്ലി മെല്ലെയാണ് 50 എടുക്കുന്നത്. ടീമിന് ആവശ്യം അതാണെങ്കിൽ കോഹ്ലി അങ്ങനെ കളിക്കും. കോഹ്ലിക്ക് എന്താ അടിച്ച് ഔട്ടാവാൻ അറിയില്ല. അപ്പോൾ 10 ബോളിൽ 20 എടുത്ത് കോഹ്ലി പോയാൽ ആൾക്കാർ പാടില്ല, കോഹ്ലി വമ്പൻ പെർഫോമൻസ് കാഴ്ച, ഒന്നിലും അടിച്ചിട്ടാ പോയതെന്ന്. അത് കേൾക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് കോഹ്ലിയെങ്കിൽ കോഹ്ലി അങ്ങനെ അടിച്ചു പോകും. കോഹ്ലിക്ക് നിങ്ങളുടെ വർത്താനല്ല വേണ്ടത്, ടീമിൻ്റെ ജയമാണ് വേണ്ടത്. ടീം ഏൽപ്പിച്ച റോള്, അല്ലെങ്കിൽ ടീമിന് വേണ്ടി തനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് റോള് കോഹ്ലി ചൂസ് ചെയ്തു. അതാണ് കോഹ്ലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാൾട്ടിന് ഇത്ര കോൺഫിഡൻസിൽ അടിക്കാനും പറ്റുന്നത്. സാൾട്ട് പോയാലും അവിടെ നിൽക്കാൻ കോഹ്ലി ഉണ്ട്, കൊളാപ്സ് ആവാതെ നോക്കാൻ കോഹ്ലി ഉണ്ട് എന്നത്. അതിന് ആരോടെ ഞാൻ പറയുന്നത്? നിങ്ങളോടോ? എടാ, ക്രിക്കറ്റ് അറിയുന്ന ഒരാളാണെങ്കിൽ കോഹ്ലിയെ കളിയാക്കൂല, അതാണ് സത്യം. ഈ ഒരു പെർഫോമൻസിന് കേട്ടോ നിങ്ങൾ അമ്മക്കളി, അതായത് മോശം പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ഞങ്ങൾ പറഞ്ഞോ, ഇത് 50 അടിച്ചിട്ട് മൂപ്പരെ കുറ്റപ്പെടുത്താം. മൂപ്പരെ ടീം ജയിക്കണമുണ്ട്, ടീം നല്ല സ്കോറിൽ എത്തണമുണ്ട്. നിങ്ങളുടെ വിചാരം എന്താവോ, കോഹ്ലിയും കൂടി അടിച്ചിട്ട് ടീം 300 എത്തേനു? അവിടെ എല്ലാവരും കൂടി അടിക്കുമ്പോൾ വിക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ 240 200 ബോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതാണ് ക്രിക്കറ്റ്. വെറുതെ എന്തെങ്കിലും പറയല്ലടാ. ഇതിപ്പോൾ 2 ബോൾ എടുത്ത 12 അടിച്ചു, അപ്പോൾ ഒരുത്തം വന്നിട്ട് പറയുകയാണ് ഓനൊരു 10 ബോൾ കളിച്ചാൽ 60 എടുക്കുന്നു. അതിലെന്ത് ലോജിക്കാണുള്ളത്? നല്ല കഥ ആയിപ്പോയില്ല എന്നാല്.